ഇതിയായ 2 കാർപ്പാട്ടോ ഇരിക്കണേ. അപ്പോൾ നമ്മളിന്ന് കാർപ്പിനെ വെട്ടി സെറ്റ് ചെയ്ത് കണ്ടിച്ച് കറി വെക്കാൻ പോവാണ്. അപ്പോൾ അതിനു മുന്നേ നമ്മൾ ഇന്നലെ രാത്രി മീൻ പിടിച്ചതും മീൻ കിട്ടിയതൊക്കെ വീഡിയോ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളതൊക്കെ ഒന്ന് പോയി കണ്ടേച്ചും വാ ഗൈസ്. അപ്പോൾ സമ്മർ ആയതുകൊണ്ട് നമ്മൾ വീണ്ടും ഒരു ഫിഷിങ്ങിന് ഇറങ്ങിയേക്കോ കേട്ടോ. അപ്പോൾ നമ്മുടെ കൂടെ ഇന്നുള്ളത് നമ്മുടെ വൈഷ്ണവുണ്ട്, അതുപോലെ നമ്മുടെ അഖിലുണ്ട്. സമ്മറൊക്കെ ആയതുകൊണ്ട് ഈവനിങ് ആണ്, നിറച്ച് വണ്ടികളാട്ടോ, നിറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഇന്ന് എന്തൊക്കെ മീൻ അടിക്കുമെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഇനിയിപ്പോൾ സമ്മർ ആയതുകൊണ്ട് ഇതുപോലുള്ള അടിപൊളി ആക്ടിവിറ്റീസ് ഒരുപാട് കാണാൻ പറ്റിയേക്കും. എന്തായാലും നമുക്ക് ഇത് നിറയെ വെള്ളം കേട്ടോ ഇവിടെയൊക്കെ. അതുപോലെ ഇവിടെ പാർക്കിംഗ് ലോട്ട് ഓപ്പൺ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു നിറയെ വണ്ടികളൊക്കെ വന്ന് നടക്കുന്നുണ്ട്. ഇപ്പം എങ്ങനെ നടന്നുകൂടാ, ഷൂസ് നനയുമല്ലോ. അടിപൊളി. ഇതേ പാർക്കിംഗ് ലോട്ട് ഓപ്പണായി. നമുക്ക് ഇന്ന് ഏതൊക്കെ മീൻ അടിക്കും? ഇന്നിപ്പോൾ നമുക്ക് ചൂണ്ടിടാൻ സ്ഥലം കിട്ടുമെന്ന് തന്നെ സംശയം കേട്ടോ. കാരണം ഒത്തിരി ആൾക്കാരുണ്ട് കേട്ടോ. പതിവിൽ ഇത്രയും സ്ഥിരം വരുമ്പോൾ ഇത്രയും ആൾക്കാരൊന്നും ഉണ്ടാവാറില്ല കേട്ടോ. പതിവിന് വിപരീതമായി ഒരുപാട് ആളുകളുണ്ടെന്ന് തോന്നുന്നു. ഇതിനപ്പുറം ഒരു ബീച്ചുണ്ട് കേട്ടോ. നമ്മൾ സ്ഥിരം വന്ന ഏരിയ ആണ്. നമ്മുടെ ഇന്ന് മുന്നത്തെ വീഡിയോസ് കണ്ടിട്ടുള്ളവർക്ക് അറിയായിരിക്കും കേട്ടോ ഈ ഏരിയ. ഇതാണ് റോക്ക് ബീച്ച് മാഷ്. ഇതിൻ്റെ അപ്പുറമാണ് ഒരു പിക്കറിങ് ന്യൂക്ലിയർ സ്റ്റേഷനൊക്കെ ഉള്ളത് കേട്ടോ. നിറയെ ചൂണ്ടക്കാരാട്ടോ, ഒരു രക്ഷയില്ല കേട്ടോ. ഫുള്ളെല്ലാം ബീച്ച് ചൂണ്ടക്കാരാട്ടോ. ഒരുപാട് ആളുകളുണ്ട്. പിന്നെ നമുക്കൊരു സ്പേസ് കണ്ടുപിടിക്കണം അതിൻ്റെ ഇടയ്ക്ക്. എൻ്റെ പൊന്നെ, ചൂണ്ടയുടെ ഒരു മത്സരമാണെന്ന് തോന്നുന്നു. ബഡി ഗുഡ് ഹൗ. അങ്ങനെയൊക്കെ ആൾക്കാർ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ഒത്തിരി എല്ലായിടത്തും ചൂണ്ടക്കാരോട്ടോ. അത് അപ്പുറമൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. നമുക്കിനി ഇതിൻ്റെ ഇടയ്ക്ക് നിന്നൊരു സ്ഥലം കണ്ടുപിടിക്കണം, കുടുങ്ങാത്തൊരു നല്ല സ്ഥലം. ഇന്നിപ്പോൾ അതൊക്കെ നടക്കുള്ളൂ എന്ന് തോന്നുന്നത്. എവിടെയെങ്കിലും ഒരു സ്പോട്ട് കണ്ടുപിടിക്കണം. അവിടെ ഒന്നും പോയിരുന്നിട്ട് കാര്യമില്ല. അപ്പോൾ ഗൈസ് ദേ നമ്മുടെ പുറകിൽ നല്ല 2 പെട്ടക്കണ കാർപ്പ് കിടക്കുന്നുണ്ട്. കടച്ചിടിച്ച കുറവാണ് ഈ ആശാൻ അടിച്ച കേട്ടോ. നമ്മളപ്പോൾ അതേ കാർപ്പടിക്കാൻ വേണ്ടി നോക്കിയിട്ടുമാണ്. കാർപ്പടിക്കുമെന്ന് അറിയില്ല. അപ്പോൾ ഇന്ന് നമ്മൾ കാർപ്പിനെ കേട്ടോ ടാർജറ്റ് ചെയ്തേക്കണേ. അത്യാവശ്യം സൈസുള്ള 2 കാർപ്പ് അടിച്ച് കിടക്കും. അപ്പോൾ ഈ സാധനം ഇട്ടിട്ടാണ് കേട്ടോ നമ്മുടെ കാർപ്പിനെ പിടിച്ചത്. അപ്പോൾ ഇതെന്നാ സംഭവം എന്ന് വീഡിയോയുടെ അവസാനം പറയാം കേട്ടോ.
മതിയായ മീനും പിടിച്ച് മടുത്തത് നമ്മുടെ അഖിലോട് ഇരിപ്പുണ്ട് കേട്ടോ. അഖിൽ പിടിച്ചതല്ലെങ്കിലും അഖിലിന് കൊടുത്തതാട്ടോ. അമൽ ബ്രോ ആദ്യത്തെ മീനെ അഖിലിന് കൊടുത്തു. അഖിൽ നിന്നപ്പോൾ ഐശ്വര്യം കാരണം രണ്ടാമത്തെ മീൻ നമ്മുടെ മുന്നിൽ കിടന്ന് അടിച്ചു. അപ്പോൾ അതെ ഇതാണ് മതിയായ കാർപ്പാട്ടോ. 8-10-16 കിലോളം ഉണ്ട് കേട്ടോ സാധനം. അത് പ്രൊഫഷണൽ ആൾക്കാരായിട്ട് ഇറക്കിയണേ. അഖിലിത് മീൻ കട്ട് ചെയ്യാൻ തുടങ്ങുവാണ്. ചോര കണ്ടാ തലയിറങ്ങി വീണവനാന്ന് തോന്നുന്നു. പരിപാടി തുടങ്ങട്ടെ. നാട്ടിൽ എറണാകുളത്ത് മീൻ കടയിലും കോഴിക്കടയിലും ആരും തെറ്റിദ്ധരിക്കരുത്, സ്കില്ലാണിത്. അടിപൊളിയായിട്ട് എത്തണ്ടല്ലോ. ആടേ സെറ്റ് പോരുന്നുണ്ടല്ലേ. ഇവിടെ കത്തി മൂർച്ച കൂട്ടുന്ന സാധനം എന്തിടാ അത് കൊണ്ടുവരും. ഇടയ്ക്കിടയ്ക്ക് മൂർച്ച കൂട്ടി ഇടാം. അത് പാടായിരിക്കും. തക്കടു എങ്ങനെയുണ്ട്? പൊള്ളി സാധനം. തക്കടു കേട്ടോ നമ്മുടെ പണ്ട് നമ്മൾ സാൽമൺ വെട്ടിയതിലൂടെ കേട്ടോ തക്കടു മീൻ വെട്ട് പഠിച്ചത്. തക്കടൊക്കെ ഇപ്പൊ മാസ്റ്ററാണ്, പ്രൊഫഷണലാണ് ഗൈസ്. അപ്പോൾ ഈ സാൽമണും പോയിട്ട് നമ്മുടെ ഈ കാർപ്പ് എന്ന് പറഞ്ഞ സാധനം നമ്മൾ പല അവിടെ വാങ്ങിക്കില്ല. നമുക്കിതുവരെ കാർപ്പ് ഇങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഈ കാർപ്പ് ഇത് പട്ടേന്ന് അടിച്ചതാട്ടോ ഈ 2 കാർപ്പ്. അപ്പോൾ നമുക്ക് നിമിഷ നേരം കൊണ്ട് കാർപ്പ് അടിക്കുന്നതിന് ഒരു ചെറിയ പൊടിക്കൈ ഉണ്ട് കേട്ടോ. നമുക്ക് നമ്മുടെ മലയാളിയായിട്ടുള്ള അമൽ ബ്രോ, അടിമാലിക്കാരൻ നമ്മുടെ അമൽ ബ്രോ പറഞ്ഞു തന്നെ. അപ്പോൾ അതെന്നാന്ന് നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് കാണിച്ചു തരാം കേട്ടോ. അതുകൊണ്ട് നമ്മളങ്ങനെ ആദ്യത്തെ താഴെ ഓർണം കിടക്കണ്ട കേട്ടോ. ആദ്യത്തെ മീനിൻ്റെ തൊലിയൊക്കെ കളഞ്ഞത് തക്കട് നല്ല അടിപൊളിയാക്കി പിടിപ്പിച്ചിട്ടുണ്ട്. തക്കട് എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? സൂപ്പറായിരുന്നു. പക്ഷെ തക്കട് നല്ല തൊലി കളഞ്ഞത് ഇവനായിട്ട് തൊലി കളഞ്ഞത്. ഓക്കെ എന്നാ വെച്ചോ, നമുക്കിനി ബാക്കി പരിപാടികളിലോട്ട് തുടക്കാം. വയ്ക്കി തന്നെ കട്ട് ചെയ്യണ്ടേ? അത് തുടങ്ങിക്കോ. തക്കട് പഠിച്ച പരിപാടികളൊക്കെ ഞങ്ങൾ ഇറക്ക്. ആഹാ കിടപ്പുണ്ടോ? ഇത് എത്ര പീസ് ഉണ്ടാവുമല്ലേ? കുറേന്ന് പറഞ്ഞാൽ ഒരു ഒരെണ്ണം എത്ര പീസ് ഉണ്ടാവും? എത്ര പീസ് ആക്കാൻ പറ്റും നമുക്ക്? ആണല്ലേ? തോന്നുന്ന ധാരണയുണ്ടോ? 10-15 പീസിന് മേലെ കിട്ടും. കാരണം നമ്മൾ പണ്ട് അടിച്ച ബൗഫിൻ ഇതിൻ്റെ പകുതിയല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അത് 14 പീസ് മേലെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ പീസ് ആക്കണ എങ്ങനെയാണെന്നനുസരിച്ചിരിക്കും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുട്ടയ്ക്ക് ഭയങ്കര ടേസ്റ്റാണെന്ന് പറയണേ. ഇതിൻ്റെ വയറ്റിൽ മുട്ട ഉണ്ടോയെന്ന് അറിയില്ല. നമ്മൾ കണ്ടിച്ച് കഴിയുമ്പോൾ നമുക്ക് നോക്കാം. ഞാനിങ്ങനത്തെ ചെറിയ മീനൊന്നും കട്ട് ചെയ്യാറില്ല. അങ്ങനെ ചെറിയ മീനിലോ നാട്ടില് പ്രോയായിരുന്നു, കട്ടപ്രോ മീൻകാരനായിരുന്നു. എഞ്ചിനീയറിംഗിന്റെ ടൈമില് കഷ്ടപ്പെട്ട് മീൻ വിറ്റ് പഠിച്ച കുട്ടിയാണ്. നാട്ടിലൊക്കെ വൈറലായെന്നാണ്. അങ്ങനത്തെ കുട്ടി ഉണ്ടല്ലോ ശരിക്കും അല്ലേ? എഞ്ചിനീയറിംഗ് അല്ല പഠിച്ചോണ്ടിരുന്നപ്പോ മീൻ വിറ്റ് വൈറലായ ഒരു കുട്ടി ഉണ്ടല്ലോ. എന്ന് പറയുന്നത് കാനഡയിൽ സ്റ്റുഡൻ്റ് ആയിട്ട് വന്നിട്ട് മീൻ വെട്ടുന്ന. എടാ നിനക്ക് സ്ഥിരമാക്കി കൂടെ, നല്ല സ്കില്ലുണ്ടല്ലോ. ഇവിടെ ബുച്ചർ എന്ന് പറഞ്ഞാൽ നല്ല കാശ് ഇടുന്ന പരിപാടിയാണ്. ബി ലെവലാണ്, സ്കിൽ ജോബാണ്. ഇവിടെ നിന്ന് ഇറങ്ങുമ്പോഴേക്കും പിള്ളേരൊക്കെ സെറ്റായിട്ട് ഇറങ്ങുള്ളൂ അല്ലേ പോകുന്നേ? ഇതൊന്നും സെൻസറൊക്കെ തെറ്റ് ചെയ്യാൻ പിന്നെ ഒന്ന് കാണാൻ വിളിച്ചാ ഒരു 26 വയസ്സായുള്ള കെട്ടുപ്രായം കഴിഞ്ഞേക്കണ ഒരുത്തനുണ്ട് കേട്ടോ. നാട്ടിൽ നല്ല പെൺകുട്ടികളുണ്ടെങ്കിൽ കല്യാണം ആലോചിക്കുന്നുണ്ട്. 26-ആയോ 28-ആയോ? എപ്പ ഇതൊക്കെ പറയണ്ടേ? നമ്മുടെ അങ്ങനെ കാർപ്പിന്റെ തല പിടിപ്പിച്ചെടുത്തേക്കോ കേട്ടോ. ഇന്നലെ നേരത്തെ പച്ചക്കത് ഇന്നലെ എന്റെ വിഷ്ണു ഇന്നലെ നേരത്തെ റോക്ക് മാഷിൽ ഓടി കളിച്ചു കിടന്ന കാർപ്പ് 8 കിലോ പിടിച്ചു നോക്കിയാൽ അപ്പുറം അപ്പുറം വേറെ കിടക്കണ്ട് കിടക്കണം. എന്തായാലും ആയി കുളിക്കാം.
കറി വെക്കാനോ വറക്കാനോ? അത് കറി രണ്ടിനുള്ള ഉണ്ടോ? എടാ മീനിന്റെ മുട്ട ഉണ്ടാ മുട്ടയുണ്ട്. നമ്മളല്ലേ മുട്ടനെ കുറിച്ച് പറയണ്ടായിരുന്നു. എന്താ മുട്ട സെറ്റ് ചെയ്യണ കാര്യ? ഞാനും മകിൽ ബ്രോ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീക്ക്. ഇതിന്റെ അകത്തുണ്ട്. ഇതിന്റെ മുട്ട നല്ല ടേസ്റ്റാന്ന് പറഞ്ഞ കാർപ്പിന്റെ. അങ്ങനെ മീനിന്റെ വയറ് ചെത്തി. പിന്നെ ഇതൊക്കെ കാണുമ്പോൾ അയ്യേ എന്ന് പറഞ്ഞവരോടും അല്ലെങ്കിൽ ഇതൊക്കെ കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നണവരോടും പറയാനുള്ളത്, നമ്മളിത് ഇതുപോലെയാണ് എല്ലാ മീനിൻ്റെയും വയറൊക്കെ ഇരിക്കണേ. നമ്മൾ ഇതുപോലുള്ള സാധനം വെട്ടി കണ്ടിച്ച് ചെത്തിയാണ് നമ്മളെല്ലാവരും മീനൊക്കെ കൂട്ടുന്നവർ കഴിക്കണേ. കാർപ്പിൻ്റെ മുട്ട കേട്ടോ കഴിച്ച് കാണുന്നത്. ഈ കുടലിൻ്റെ അപ്പുറം ഇപ്പുറം എന്ത് നമുക്കിത് മൊത്തത്തിൽ എടുത്താണ് കാർപ്പിൻ്റെ മുട്ട കേട്ടോ, കാർപ്പിൻ്റെ എഗ്ഗ്. ഇത് കാണുമ്പോൾ എങ്ങനെ ഇരിക്കണമെന്നുള്ളൂ. ഈ സാധനം ഭയങ്കര ടേസ്റ്റ് ഉള്ളതെന്ന് കേട്ടോ പറയണേ. ഇത് കാർപ്പിൻ്റെ എഗ്ഗാണ്. മുട്ടയാണെന്നൊക്കെ പറയണ്ടേ? മുട്ടയാണ്. കാർപ്പിൻ്റെ തരുതരുവെന്നുള്ള എഗ്ഗ് ഉണ്ട്. അത് ഫുള്ള് തരുതരുവെന്നുള്ള എഗ്ഗാണ്. കാണുമ്പോൾ ഇങ്ങനെ നമുക്കൊരു ഇതുപോലെ ഇരിക്കണമെന്നേ ഉള്ളൂ. ഇത് ഫ്രൈ ചെയ്തെടുക്കാവുന്ന സാധനമാണ്. മീനിന്റെ അനാട്ടമി ഒന്നും ഞാൻ പഠിച്ചിട്ടില്ല. കമ്പ്യൂട്ടർ സയൻസ്. പക്ഷെ അവൻ ഇടയ്ക്ക് ബയോളജി ക്ലാസ്സിൽ പോയി ഒടിഞ്ഞു നോക്കാറുണ്ട്. സത്യങ്ങൾ വരണുണ്ടോ ടീച്ചറിലൂടെ? ഇവൻ എവിടെയെങ്കിലും വെക്കണമല്ലോ. കൈ കാണിച്ചേ. പാത്രം എടുക്കാൻ പോയിട്ടുണ്ടോ? കൈ കാണിച്ചിട്ടോ ഷേക്കാൻ്റെ കൊടുക്കും. ചിക്കൻ്റെ ഇതിന് വാല് മുറിക്കണം. കണ്ടാ സെറ്റായില്ലേ? അനങ്ങി വായണ്ട വിഷ്ണു, നിനക്ക് കല്യാണാലോചന പറയാൻ നടത്തിയത് അതിന്റെ അകത്താടാ. ഇതാ കണ്ടു കഴിഞ്ഞാൽ ആരെങ്കിലും വരുമോ? ഇങ്ങോട്ട് വെക്ക് പാത്രം. അപ്പൊ അത് മീനിന്റെ എഗ്ഗ് സെറ്റ് ചെയ്ത് പോയി. ഇത് എടുത്തോളാം, കോട്ടലൊക്കെ എടുത്തോണ്ട്. വേറെ ഇതിന്റെ അകത്തുണ്ടാവൂടാ വേറെ. ഇതിനധികം വേറെ ഓർഗൻസ് ഒന്നും കാണുന്നില്ല കേട്ടോ. റെഡൊന്നും അത് പിടിച്ചത് മുട്ട മിക്സ് ചെയ്ത് പൊട്ടിക്കരുത് കേട്ടോ. ഇത് അത്രയല്ലോ മുട്ട. ഇതൊക്കെ എന്താണ്? റെഡൊന്നും മുട്ടയല്ലേ, മറ്റേ ഇതൊക്കെ മുട്ടയാണ്. അത് മുട്ടയോ? അത് കുഞ്ഞു കുഞ്ഞു തരികള്. ഞാനത് ഓർഗൻസ് എന്നാ വിചാരിച്ചത്. വിഷ്ണുവിന്റെ ഒരു ഡൗട്ട് കേട്ടോ ഗൈസ്. ഈ മുട്ടയൊക്കെ കൂടെ ഒരു വെള്ളത്തിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ വിരിയോന്നാണ് വിഷ്ണു ചോദിച്ചത്. അപ്പൊ ഉത്തരം ആരെങ്കിലും അറിയാമെങ്കിൽ ആർക്കറിയില്ലാത്ത ഒരു പാത്രം നിറയെ എഗ്ഗ് കേട്ടോ കിട്ടിയാണ്. ഒരു പാത്രം നിറയെ. പിന്നെ ഇത് നമുക്ക് ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്തെടുക്കണം. ഒരു പാത്രം നിറയെ കാർപ്പിന്റെ എഗ്ഗ്. അടുത്ത കാർപ്പ് ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. അവന്റെ തോടിയിലേക്കൊന്നും ഇടല്ല കേട്ടോ ഒന്നും. അത് ഡീസൻസി. അയ്യേന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കൂടെ വിട്ട് കഴിഞ്ഞാൽ ലിവർ ആയിരിക്കും. മീനിന് ലിവർ ഉണ്ടാവില്ലേ? കുളിപ്പിച്ചെടുക്കോട്ടോ. നമ്മൾ നമ്മുടെ കാർപ്പിനെ അടിപൊളിയായിട്ട് കുളിപ്പിച്ചെടുക്കും കേട്ടോ. നല്ല കുളിപ്പിച്ച് വൃത്തിയാക്കി എടുത്തിട്ട് വേണം ഇവനെ നമുക്ക് കറി വെക്കാൻ. കറിയല്ലോ ഫ്രൈ ആണോ? അങ്ങനെ ഫ്രൈ ആണോ? ഷെഫ് തക്കുടുവിന്റെ നേതൃത്വത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും കേട്ടോ. വെള്ളം കുറയ്ക്കണോ? സുന്ദര കുട്ടപ്പനാക്കി എടുക്കും കേട്ടോ. സമയത്ത് നമ്മുടെ അടുത്ത കാർപ്പിനെ നമ്മുടെ അഖിൽ ഇവിടെ നല്ല അടിപൊളിയായിട്ട് ചെത്തി തുടങ്ങി കേട്ടോ. പോട്ടെ പോരട്ടെ, സാധനം പോരട്ടെ, മുന്നോട്ട് വരാ. അത് നല്ല സെറ്റായിട്ട് പോകാനുണ്ട്. പോരട്ടെ പോരട്ടെ. അത് ഫീമെയിലും ഇത് മെയിലും ആണെന്നോട്ടോ തോന്നണേ. എടാ ഈ മീനിന്റെ ഒക്കെ വയറില്ലേ, ഞാൻ പണ്ട് മീൻ വളർത്തിക്കൊണ്ടിരുന്നു. അപ്പൊ മീനുകളുടെ ഒക്കെ കാര്യമായിട്ട് തമസില്ല. അക്വേറിയം മീനുകളുടെ കാര്യം പറഞ്ഞേ. വയറ് തീർത്തിരിക്കണത് ഫീമെയിലും വയറ് ചുങ്ങിയിരിക്കണേ മെലിഞ്ഞിരിക്കണത് മെയിലും എന്നാണ് പറയണേ. അത് മീനിന്റെ കാര്യമാണ് പറഞ്ഞേ. അപ്പൊ അങ്ങനെയാണ് നിലവിലുള്ളൊരു എൻ്റെ അറിവിലുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേറെ എന്തെങ്കിലും അറിയാമെങ്കിൽ പറട്ടോ. കമന്റിൽ പറ ഇനിയിപ്പോൾ അറിയാവുന്നവരുണ്ടെങ്കിൽ. ബട്ട് നമുക്ക് തുറക്കുമ്പോൾ അറിയാലോ, വയറ് തുറക്കുമ്പോൾ അറിയാലോ. മുട്ടയില്ലെങ്കിൽ എന്തായാലും മെയിലാണ്. എത്ര അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തെടുക്കണേന്ന് നോക്കി. ചെത്തി നല്ല അടിപൊളിയായിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ജോയലും വന്ന് ആടിയിട്ടുണ്ട്. ജോയൽ ഗുഡ് മോർണിംഗ്. അതേ ടൈമിൽ തക്കിടും അവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ ഫുൾ ടീം ഓൺ ആയിട്ടുണ്ട്. നമ്മൾ പിടിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മീനുകളും തന്നെ നമ്മൾ ഷ്രിമ്പിട്ട് അല്ലെങ്കിൽ ഓറിട്ടൊക്കെ അവിടെ പിടിക്കാറായി. ഈ കാർപ്പിനെ മാത്രം പിടിക്കാൻ വേറൊരു സെപ്പറേറ്റ് പരിപാടിയായിട്ട് യൂസ് ചെയ്യണേ. അപ്പോൾ കാർപ്പിനെ യൂസ് ചെയ്യാനുള്ള സെപ്പറേറ്റ് പരിപാടി തന്നെ. അതെ കുറച്ചുകൂടെ കഴിയുമ്പോൾ നമ്മൾ കാണിച്ചു തരാം കേട്ടോ.
കോണല്ലേ യൂസ് ചെയ്തു? ആണ്ടേ സീക്രട്ട് റിവീൽ ചെയ്തു. പക്ഷെ വെറുതെ കൊണ്ടുപോയി കോണിട്ടിട്ട് കാര്യമില്ല കേട്ടോ. അതെ തക്കുടു നമ്മുടെ ആദ്യത്തെ കാർപ്പിനല്ലേ അവിടെ കിടത്തറ അങ്ങനെ വെച്ചോ കുളിപ്പിച്ച് സെറ്റാക്കി കൊണ്ടുവന്നേണ്ട്. ഒരു കവർ വിരിച്ചടാ, കവർ വിരിച്ചാൽ കവറിലോട്ടിട്ടേ ആ വെള്ളത്തിൽ ഒന്നുകൂടി ഒന്ന് ഡിപ്പ് ചെയ്തോ. അല്ല കത്തി കഴുകണ്ടേ? കത്തി കഴുകാനുള്ള വെള്ളമല്ലത്. ഞാൻ ബക്കറ്റ് പിന്നെ വേറെ വേണ്ടി ആണ്ടേ നമ്മുടെ ആദ്യത്തെ കാർപ്പിനെ സെറ്റ് ചെയ്ത് നല്ല അടിപൊളിയാക്കി ഉള്ളൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കളർ ഇങ്ങനെയുള്ള എടാ ഇവിടെ ഞെക്കി പിടിച്ചായി. കത്തിക്ക് മുറിച്ചുണ്ടോ? കത്തിക്ക് മുറിച്ചുണ്ടോ? എടാ കൈ മാറ്റിക്കോ. കത്തിക്ക് മുറിച്ചുണ്ടാക്കില്ലേ? ആവശ്യമുണ്ടല്ലേ? ഇതാണ് നിന്റെ കൈ രണ്ട് മാറ്റിക്കോ. ആണോ? അല്ലല്ലോ സാരില്ല സാരില്ലെന്നാ കൈ പോവങ്ങട്. ഉണ്ടല്ലോ 6 മാസം സമ്മർ ഉള്ളെങ്കിലും സമ്മർ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളിയാട്ടോ. ഇതിപ്പോൾ സമ്മർ തുടങ്ങിയിട്ടുള്ളത് ആ മരമൊക്കെ ഉണ്ടോ? മരങ്ങളെല്ലാം ഫുള്ള് പൂത്തലഞ്ഞ് ഏത് കാട് പിടിച്ചെടുക്കണം മരമാണെങ്കിലും എന്നാണെങ്കിലും നോക്കിയാൽ നിറച്ച് ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സൊക്കെ ആയിരിക്കും കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെയാണ് ഇത് ഈ സാധനമൊക്കെ കൊണ്ട് ആൾക്കാർ നാട്ടിൽ വീട്ടിൽ നട്ടുപിടിപ്പിക്കും. നല്ല ഫ്ലവറാണെന്ന് പറഞ്ഞു. നല്ല അടിപൊളിയാട്ടോ. എപ്പോഴാ നോക്കിയാലും എനിക്ക് അറിഞ്ഞോടാ. നിനക്കറിയോ? നല്ല കളർഫുൾ ആട്ടോ. അതെ ആ ടൈമിൽ നമ്മുടെ മീൻ നല്ല കളർഫുൾ ആയി മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ പ്രോ അഖിൽ ബുച്ചർ. വിഷ്ണു നീ മറ്റേ കോൾഡ് സ്റ്റോറേജിൽ പണ്ട് പാർട്ട് ടൈമിന് പോയ കഥ ഒന്ന് പറഞ്ഞടാ. വിഷ്ണു പണ്ട് കോൾഡ് സ്റ്റോറേജിൽ പോയതാട്ടോ. ബി ലെവലാന്നും പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും വിഷ്ണു മൈനസ് എത്ര ഡിഗ്രിയിലായിരുന്നു കയറി വന്നേ? -30. നമ്മുടെ നാട്ടിലെ പോലെ അല്ല കേട്ടോ. ഇവിടെ ഈ ബുച്ചർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്കിൽഡ് ജോബാട്ടോ. നമ്മൾ കോളേജിൽ പോയി കോഴ്സൊക്കെ അറ്റൻഡ് ചെയ്ത് നമ്മൾ പഠിച്ച് നല്ല അടിപൊളിയായിട്ട് ചെയ്യേണ്ട ജോബാട്ടോ. നല്ല പേയ്മെൻറ്റും ആട്ടോ. അപ്പോൾ പാർട്ട് ടൈം നമുക്ക് PR-ൻ്റെ കാര്യത്തിനൊക്കെ ബി ലെവൽ വേണം. പിന്നെ പാർട്ട് ടൈം ഒക്കെ ആയിട്ട് ആളുകളൊക്കെ പിള്ളേരൊക്കെ പോകാനൊക്കെ നോക്കണം കേട്ടോ. പക്ഷെ ഭയങ്കര തണുപ്പായിരിക്കും. അപ്പോൾ നമുക്ക് നിന്ന് പിടിക്കാനൊക്കെ പാടായിരിക്കും അവിടെ. നമ്മൾ ഇത് മെയിലാണോ ഫീമെയിലാണോ എന്ന് ഇപ്പം അറിയാം. വയറ്റിൽ മുട്ടയില്ലെങ്കിൽ നമ്മളെ കണക്കൂട്ടലുകൾ ശരിയായിരിക്കും, മെയിലായിരിക്കും. കയറട്ടെ അങ്ങട് തുറക്കട്ടെ. ഇനി പ്രാക്ക് കിട്ടില്ലേ എന്നൊക്കെ ചോദിക്കുന്നവരോട് അങ്ങനെയാണെങ്കിൽ അതെ കൊന്ന ഭാവം തിന്നാൻ തീരുമെന്നാണ്. മുട്ട ഉണ്ടാവില്ല. ഇത് മെയിലാണ്. കാരണം ഇതിനെ ബോഡി ഷേപ്പ് കണ്ടറിയാം. അല്ലടാ കാര്യട്ടെ മീനുകളുടെ അനാട്ടമി വെച്ച്, അതായത് മെലിഞ്ഞിരിക്കുന്ന മീനുകൾ മെയിലും തടിച്ചിരിക്കുന്ന മീനുകൾ ഫീമെയിലുമാണ്. മനസ്സിലായോ? ഇതിന്റെ വയറ്റിൽ നമുക്ക് നോക്കിയ എഗ് ഒന്നും കാണത്തില്ല. അപ്പൊ ഏറെക്കുറെ ഫുൾ ഓർഗൻസ് ഉണ്ട്. അപ്പൊ നമ്മുടെ കണക്കൂട്ടുന്നത് ഏറെക്കുറെ ശരിയാണ്. ഫീമെയിൽസിന് ഓർഗൻസ് മാത്രമല്ല ഏറെക്കുറെ എല്ലാ ജീവികളുടെയും മെയിൽസിനെ കാണാൻ ഭയങ്കര ഭംഗിയായിരിക്കും. അത് പൊതുവെ ഞാൻ അയ്യോ അങ്ങനെ സ്ത്രീവിരുദ്ധത പറയണല്ല. അത് പൊതുവെ നോക്കിയോ നമ്മളിപ്പോ മൊയല് 2 മൊയല് കാനഡ സമ്മർ ചാടി ഡിക്കിയിലോട്ടാ. വലയാ ജോയില് മൊയലിനെ പിടിക്കാൻ പോട്ടോ. ചെല്ല് പിടി കിട്ടുമെന്നുള്ളടാ. എടാ അവിടെ അങ്ങേ സൈഡിലൊരു വിടവുണ്ട്. ആ വിടവിക്കടെ ചാടിപ്പോ. അവിടെ പിടിക്കണേ. പിടി അതത്രേ ഉള്ളൂ. അത് കിട്ടിയില്ല അങ്ങ് വരെ. നിങ്ങളന്ന് വെച്ച സാധനമൊക്കെ മറ്റേ അത് വന്നു? ഇല്ലല്ലോ അത് പിടിച്ചില്ല. അത് കുറച്ചൊക്കെ പിടിച്ചായിരുന്നു. പിന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പോയാലും നമ്മൾ പണ്ട് നമ്മുടെ ഒരു 2-3 വർഷം മുന്നേ അല്ലേ 3 വർഷം മുന്നേ അല്ലേ നമ്മളിവിടെ കേട്ടോ നമ്മുടെ പച്ചക്കറിയും സാധനങ്ങളൊക്കെ നട്ട് ഇത് ക്ലീൻ ചെയ്തെടുത്ത് നമ്മൾ പച്ചക്കറിയൊക്കെ നമ്മുടെ വീഡിയോ കണ്ടവർക്ക് അറിയാം. ആദ്യത്തെ വീഡിയോ 2ാമത്തെ വീഡിയോ അങ്ങനെ എങ്ങാണ്ടായിരുന്നു കേട്ടോ. 2ാമത്തെ വീഡിയോ ആയിരുന്നു എന്ന് തോന്നുന്നു. പക്ഷെ അത് എല്ലാം പിടിച്ച് പൊങ്ങി വന്നു. പിന്നെ അതിന് ശേഷം നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ ടൈം കിട്ടിയില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അത് പോകട്ടെ ചെയ്തേ. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാ ജീവികളുടെയും തന്നെ പൊതുവെ
മെയിലുകൾക്ക് ഭംഗിയെന്ന് ഞാൻ പറയാൻ കാരണം എന്താണെന്നറിയോ? നമ്മളിപ്പോൾ കോഴീനെ നോക്ക്, പൂവൻ കോഴിക്ക് പടക്കോഴീനെയൊക്കെ ഭംഗിയില്ലേ? അതുപോലെ പല ഇനം മീനുകളെ നോക്ക്, ഫൈറ്റർ ഫിഷ് അത് ഇതൊക്കെ നമ്മുടെ മെയിൽസിന് ഫീമെയിൽസിനെയൊക്കെ ഭംഗിയുണ്ടായിരിക്കും. അതായത് കാട്ടിലെ സിംഹം എന്ന് പറയുന്ന ലയണിനെ തന്നെ നോക്ക്. അപ്പോൾ നമ്മളൊരു പൊതുവെ ഇത് പറഞ്ഞിട്ട് തമാശയായിട്ട് പറഞ്ഞോട്ടോ, ആരും സീരിയസ് ആക്കണ്ട. ഞാൻ ഉമ്മാർക്ക് ഇത് പറഞ്ഞെടുത്ത് ഉമ്മാർ പറഞ്ഞു ഏതോ പരിപാടിക്ക് പിഷാരടി ഇത് പറഞ്ഞിരുന്നു കേട്ടോ. പിഷാരടിക്ക് പറയടാ, പുള്ളിക്ക് അറിവുള്ളത് പുള്ളി പറയും, നമുക്ക് അറിവുള്ളത് നമ്മൾ പറയും അല്ലേ ഗൈസ്? പുള്ളി അത് കോപ്പി അടിച്ചു ചുമ്മാ പറയണത്. എടാ ഞാൻ കോപ്പി അടിച്ചില്ല, ഞാൻ എൻ്റെ ഒരു വീക്ഷണകോണിൽ നിന്ന് പറഞ്ഞാൽ ഉമ്മാർ വിശ്വസിക്കണില്ല കേട്ടോ. ടക്കിട് അങ്ങോട്ട് മറച്ചിട അങ്ങോട്ട് ആണ്ടേ. ചോര കൂടുതലാണല്ലോ. ബ്ലഡ് കുറവല്ലടാ. സാൽമൺ കട്ട് ചെയ്തിട്ട് എന്തോരം ബ്ലഡ് ആയിരുന്നു. ഇതൊന്നും ബ്ലഡ് അല്ല. നീ കൈയെടുത്ത് വീശല്ലേ, നിന്റെ കയ്യിലുള്ള സാധനമൊക്കെ തെറിക്കും. ഡോറ് ഇറക്കി ഈച്ച വരില്ലെങ്കിൽ അതല്ല മറ്റേ രണ്ടാമത്തെ ഡോർ ഉള്ളിലുള്ളത്. ഈച്ചാന്നൊന്നും പറഞ്ഞടാ. കാനഡ എന്ന് പറഞ്ഞ സ്വർഗത്തെ പറ്റിയുള്ള ആളുകളുടെ നമ്മുടെ സ്വർഗം നമ്മുടെ നാട്ടിലൊക്കെ ആളുകളുടെയൊക്കെ ഒരു വിചാരം എന്ന് പറഞ്ഞാൽ കാനഡ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സ്വർഗമാണ്, അടിപൊളിയാണ്. പക്ഷെ അതിൻ്റെ അകത്ത് വേറെ കുറെ കാര്യങ്ങളുണ്ടോ. നമ്മളിവിടെ നിന്നുകൊണ്ട് നെഗറ്റീവ് പറഞ്ഞല്ല അല്ലടാ വിഷ്ണു. അത് എല്ലാവരും വന്ന് അനുഭവിച്ച് ഇവിടുത്തെ ജീവിത രസങ്ങളൊക്കെ അറിയുക. പണിയെടുക്കുക, കിടക്കുക, ഉറങ്ങുക. സത്യം. നമ്മുടെ നാട്ടിൽ എല്ലാവരും എല്ലാ ജോലിയും ചെയ്യാൻ, നമ്മൾ പണ്ട് കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ട് എല്ലാവരും എല്ലാ ജോലിയും ചെയ്യാൻ തയ്യാറാണെങ്കിൽ നമ്മുടെ നാട്ടിൽ സുഖ ജീവിതമാണ്. നമ്മുടെ നാട്ടിലൊക്കെ ആൾക്കാർ ഒരു ജോലിക്കല്ലേ പോളൂ. ഇവിടെ 2-3 ജോലി. അതെ, എല്ലാവരും അല്ല കേട്ടോ. ഭയങ്കര പ്രൊഫഷണൽ ജോബ് ഉള്ളവരൊന്നും വേണ്ട. അല്ലാത്തവരൊക്കെ മിക്കവരും ഇവിടുത്തെ എക്സ്പെൻസസ് മീറ്റ് ചെയ്യണമെങ്കിൽ 2-3 ജോലിക്ക് പോകണം. എന്നിട്ടാണ് ഈ പറഞ്ഞ എമൗണ്ടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണത്. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ ഇൻകം വന്നില്ലായിരുന്നു. ഇൻകം ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ എക്സ്പെൻസ് ഉണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ ഇങ്ങോട്ട് ആരും വരണ്ടാന്നൊന്നും അല്ല. അതെ, ടാക്സും ഉണ്ട്. പക്ഷേ റൂൾസ് കുറേ കാര്യങ്ങളൊക്കെ ഇവിടെ ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്. നമ്മുടെ ഒരു സർക്കാർ ഓഫീസിലോ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ആരെയും മണി കുമ്പിടുമൊന്നും വേണ്ട. അല്ലാതെ തന്നെ കാര്യങ്ങളൊക്കെ നടന്നു കിട്ടും. അത് കുറേ കാര്യങ്ങൾ നല്ലതുണ്ട് ഇവിടെ. കുറേ കാര്യങ്ങൾ അതുപോലെ എന്താ വിഷ്ണു, കുറേ കാര്യങ്ങൾ അതുപോലെ ചീത്തതുണ്ട്. ചീത്ത എന്ന് പറയാൻ പറ്റില്ല. അതെ, ഇവിടുത്തെ ജീവിത രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് ഹാർഡ് ലിവ് ബെറ്റർ, റൈറ്റ്? ശരിയല്ലേ? അങ്ങനെയാണ്. ഇവൻ പണിക്കൊന്നും പോണില്ല. ആണ്ടേ അടുത്തത് ക്ലീൻ ചെയ്ത് സെറ്റായി വരുന്നുണ്ട്. ബലൂണോ? അതിന്റെ 2 സൈഡിലിരിക്കണേ അതിന്റെ സാധനം എയർ ബ്ലാഡറാ. ഇവൻ ഇന്റേണൽ ഓർഗൻസ്. ഇതിന് ഒരുപാട് ഇന്റേണൽ ഇതിന് ഇതിന് ഒരുപാട് പൊട്ടിക്കണ്ട. എന്തിനാ പൊട്ടിക്കണേ? ഇതിന് ഒരുപാട് ഇന്റേണൽ ഓർഗൻസ് ഉണ്ട് കേട്ടോ. നമ്മുടെ മറ്റേ ഫിഷ് എഗ് ആയിരുന്നോണ്ടാന്ന് തോന്നുന്നു അതിന് അങ്ങനെ അധികം ഇന്റേണൽ ഓർഗൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പറഞ്ഞ അപ്പൊ ഫീമെയിൽ ഫിഷസും ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിക്കുന്നുണ്ട് കേട്ടോ. അതിന്റെ ഇന്റേണൽ ഓർഗൻസ് വരെ ചുങ്ങിയിരിക്കും അല്ലേ. ഇന്ന് മദേഴ്സ് ഡേ ആണ്. അപ്പൊ എല്ലാ അമ്മമാർക്കും ഹാപ്പി മദേഴ്സ് ഡേ. വിഷ്ണു, മദേഴ്സ് ഡേ എല്ലാവർക്കും. മദേഴ്സ് ഡേ വിഷസ്. ഹാപ്പി മദേഴ്സ് ഡേ. അപ്പൊ എല്ലാ അമ്മമാർക്കും വൺസ് അഗൈൻ ഹാപ്പി മദേഴ്സ് ഡേ. നിങ്ങളുടെ മക്കളൊക്കെ ഇവിടെ ഒരുപാട് സ്കില്ലുകളൊക്കെ അച്ചീവ് ചെയ്തോണ്ടിരിക്കുകയാണ്. അഭിമാനിക്കൂ. എടുക്കാൻ കൊണ്ടുപോകുന്നുണ്ട്. അതൊക്കെ ഇങ്ങോട്ടൊന്ന് കാണിച്ചടാ. അങ്ങോട്ട് പോട്ടെ സാധനം പോട്ടെ. ആടെ പോരട്ടെ. നല്ല അർപ്പുതമായ മീൻ. എന്തായി? അർപ്പുതമായ മീൻ. അർപ്പുതം എന്ന് പറഞ്ഞ അതിശയം കാണിക്കുന്ന മീൻ. നീ തമിഴാണോ മലയാളമാണോ പറഞ്ഞേ? രണ്ടും കൂടി കന്യാകുമാരി ഭാഷ. നമ്മളിവിടെ എല്ലാ കന്യാകുമാരി ഫാൻസിനും അല്ലേ, നമ്മളിവിടെ എല്ലാ ജില്ലയിൽ നിന്നുള്ള ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ പലതരം സ്ലാങ്ങുകൾ വരും. അപ്പോൾ പക്ഷെ നമ്മളെല്ലാത്തിനോടും എല്ലാം സ്ലാങ്ങുകളായിട്ട് നമ്മൾ പൊരുത്തം കേട്ടോ. ആളുകൾ ഇവിടെ തണ്ണിമത്തന് വത്തക്കാന്ന് പറയും. ചില ആൾ തണ്ണിമത്തൻ എന്ന് പറയും. നിന്റെ നാട്ടിൽ എന്താ തണ്ണിമത്തൻ പറയണേ? കറക്റ്റായിട്ട് എന്താ പറയുന്നത്? തണ്ണിമത്തൻ എന്ന് പറഞ്ഞേ. വയനാടൊക്കെ വത്തക്കാന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ആണല്ലേ, പറയൂലേ. മറ്റേ നവീനൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നിന്റെ അടുത്ത് എന്താ വിഷ്ണു പറയണത്? അതുപോലെ ഈ തെങ്ങിന്റെ കരിക്കിന്റെ ചെറിയ സാധനമില്ലേ, അതിന് നിങ്ങൾ എന്താ പറയണേ? അച്ചിങ്ങ. അവന് പാലക്കാട് ആന്ധ്രയിലോട്ട് വളർന്നത്, അതുകൊണ്ട് അച്ചിങ്ങ എന്ന് പറഞ്ഞ വിട്ടേക്ക്. മച്ചിങ്ങ എന്ന് പറയും. നിങ്ങൾ എന്താ പറഞ്ഞത്? ചില സ്ഥലത്തൊക്കെ വെള്ളക്കാന്ന് പറയും. നിങ്ങൾ വെള്ളക്കാന്നാണ് പറഞ്ഞത്. നിങ്ങളെ സ്ഥലം? എറണാകുളം എവിടെയാ? പറവൂര്. ഞങ്ങൾ മോറ്റക്കാരൊക്കെ മച്ചിങ്ങ എന്നാട്ടോ പറഞ്ഞേ.
അപ്പൊ ഇങ്ങനെ ഒരുപാട് സ്ലാങ് വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ നമ്മളിവിടെ പല ജില്ലയിൽ നിന്നുള്ള ആളുകളുണ്ട്. ട്രിവാൻഡ്രം ഉണ്ട്, പാലക്കാട് ഉണ്ട്, നീ എറണാകുളമാണോ? നീ എറണാകുളം വന്നപ്പോ ട്രിവാൻഡ്രം എന്ന് പറഞ്ഞു. ട്രിവാൻഡ്രം എന്ന് പറഞ്ഞല്ലോ പറഞ്ഞു. അതോട്ടെ പഠിച്ചത്. ഓക്കെ, ഇവിടെ പാലക്കാടുണ്ട്, എറണാകുളം ഉണ്ട്, വയനാടുണ്ട്, അണ്ടേ അതേ തറന്നടാ കോട്ടയം തക്കുടി കോട്ടയമാണ്. നമ്മള് മൂവാറ്റുപുഴ ജില്ലയല്ല, എറണാകുളം. അഖിലൊരു സംശയം മൂവാറ്റുപുഴ ജില്ലയാണോന്ന്. ഞങ്ങൾ പണ്ടൊന്ന് ശ്രമിച്ചാട്ടോ മൂവാറ്റൂർ ജില്ലയാക്കാൻ, പക്ഷെ നടന്നില്ല. അല്ല, ഞങ്ങളെപ്പോലുള്ള മിടുക്കന്മാരുള്ളതുകൊണ്ടാണ് മൂവാറ്റൂർ ജില്ലയാക്കാൻ വേണ്ടി അവർ ശ്രമിച്ചത്. പക്ഷെ നീ അത് അങ്കമാലി ജില്ലയല്ലേ? പിന്നെ അങ്കമാലി ആട്ടോ, അങ്കമാലി നമ്മുടെ പെപ്പയുടെ ഒക്കെ വീടിനടുത്താന്നൊക്കെയാണ് ഇവൻ പറയണേ. എനിക്ക് അറിഞ്ഞൂടാട്ടാ. പെപ്പേനെ ഇത് കണ്ടു കഴിഞ്ഞാ സലിംകുമാർ സിനിമാരുടെ സലിംകുമാറിന്റെ വീടിനടുത്താന്ന് കേട്ടോ പുള്ളി പറയണേ. തക്കട് ഇവിടെ വെക്കടാക്കിടൂ. ഇത് നമ്മുടെ 2 കാർപ്പിനെ നമ്മൾ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അപ്പൊ ഇതിന് എന്നാ ചെയ്യണം തീരുമാനിച്ചാൽ അത് കറിയാണോ ഫ്രൈ ആണോ രണ്ടും വെക്കാം. അടിപൊളി ഷെഫുമാര് നിൽക്കുന്നുണ്ട്. അവനൊക്കെ അടിപൊളി ഷെഫ് ആട്ടോ നമ്മുടെ വിഷ്ണു ഒക്കെ. കാണുന്ന പോലെയല്ല, ഇവനാര പൊടിക്കൈ ഷെഫാണ്. ഇതാ മറ്റൊരു ഷെഫ്. നീ എന്താണ് എന്റെ ഇൻഡസ്ട്രി അതല്ലേ? നീ പഠിക്കണ ആ ഫീൽഡല്ലേ? പണി ചെയ്തു നിങ്ങൾ പഠിക്കണ ഹോട്ടൽ മാനേജ്മെന്റ് റൈറ്റ്? ഓക്കെ. അപ്പോൾ ഗൈസ് അങ്ങനെ അതെ പുറത്തെ പരിപാടികൾ ഏതാണ്ട് തീരാറായി. നമുക്കിനി ഇത് കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസുകളാക്കണം. എന്നിട്ട് നമുക്ക് ഫ്രൈ ചെയ്യോ കറി വയ്ക്കോ എന്നാ വെച്ചാൽ ചെയ്യാം. നമുക്ക് കട്ട് ചെയ്ത് തുടങ്ങാം. നമുക്ക് ആദ്യം മറ്റേതുപോലെ വെട്ടി നോക്ക്, കിട്ടുമെന്ന് നോക്കുന്നുണ്ട്. കിട്ടുമെന്ന് നോക്ക്. അത് പോരുന്നുണ്ടല്ലോ. അവിടെ വരെ മീറ്റാ. അത് കഴിഞ്ഞിട്ടാണ് എല്ല് വലിയ ട്രൈ ചെയ്ത് നോക്കിക്കോ, മനസ്സിലാവും. ഇല്ല കേറില്ല, അത്രയും ഭയങ്കര ഹാർഡായിരിക്കും. മൂർച്ചയുടെ അല്ലടാ. അല്ല വേണമെന്നാണ് ചോദിച്ചേ. എടുത്തോണ്ട് വാ. എവിടെയെങ്കിലും ഒന്ന് ഞെക്കി പിടിച്ചാടാ. ഡേറ്റ് ഉണ്ട് ഇവിടെ. നമുക്ക് ഫിഷിങ്ങിനൊക്കെ ലൈസൻസ് ഒക്കെ വേണം കേട്ടോ. കഴിഞ്ഞ ദിവസം ജിമ്മിൽ പോകാൻ പറഞ്ഞിട്ട് എവിടെ പേഴ്സണൽ ട്രെയിനർ വേണമെങ്കിൽ ചോദിച്ചാൽ മതി കേട്ടോ. ഞാൻ തന്നെ ഞാൻ ട്രെയിനർ ആയിരുന്നു നാട്ടില്. നാളെ എനിക്ക് പോകണമെന്നുണ്ട്. ഞാൻ പോയി തുടങ്ങാൻ പ്ലാൻ ഉണ്ട് ജിമ്മില്. ഇവിടെ എല്ലാവർക്കും ഉണ്ടോ? ആരും പോകില്ല ടൈമില്ല, അതാണ് പ്രശ്നം. ക്ലാസ് തുടങ്ങിയിട്ടില്ല. അതാണ് എല്ലാവരുടെയും പ്രശ്നം. എല്ലാവർക്കും പോകണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ടൈമില്ല. ബ്രോ പോകുന്നുണ്ടോ ജിമ്മില്? ഇല്ല, ഞാൻ പോളടാ. ഞാൻ ഒന്നും ചെയ്യാനറിയില്ല ജിമ്മിൽ പോയാ. 4 ദിവസം മഞ്ഞ 4 മണിക്കാണ്. 4 മണിക്കൊന്നും. പിന്നെ ഇവിടെ നിന്ന് കുളിച്ച് എല്ലാം സെറ്റ് ചെയ്യണ്ടേ. ആരോടും പറയാതെ പബ്ബിൽ എവിടെയെങ്കിലും കോർണറിൽ പോയി ഉറങ്ങിയാൽ മതി. പബ്ബിന്റെ മാനേജർ, പബ്ബിന്റെ മുതലാളി കേൾക്കണ്ടെങ്കിൽ ഇവനെ ഒന്ന് നോട്ട് വെച്ചോട്ടോ. ഇവൻ പോരട്ടെ. ഒരു സൈഡ് നമ്മൾ ചെത്തി എടുത്തേണ്ട കേട്ടോ. എത്ര പീസ് കിട്ടുമെന്ന് നമുക്ക് നോക്കാം. ഇങ്ങനെ എടുക്കാൻ പറ്റും. ഇത് വെട്ടിക്കണ്ടിച്ച് കറി ഉണ്ടാക്കും. ഇത് നൈസായിട്ട് വന്നിട്ടില്ല, മറ്റേ ഫില്ലറ്റ് അടിച്ചാൽ മതി. ഈ പീസാക്കാം നമുക്ക്. ഇനി ആവശ്യത്തിന് പീസാക്കാം. അത് അങ്ങോട്ട് മാറ്റി വെച്ചോ. ഇവിടെ വെച്ചോ. ബക്കറ്റിലിട്ടോ. ഓക്കെ. ഇവിടെ വെള്ളത്തിട്ട് ഇതായി പോവോ? എന്താ പറയണേ, പൊടിഞ്ഞു പോവോ? പിന്നെ ഇത്രയും കട്ടിയുള്ള മാസം ഈ വെള്ളത്തിൽ കിടക്കുന്ന മീനാണ്ട് പൊടിഞ്ഞോളല്ലോ. ഇത്രയും ബുദ്ധിയുള്ളവനൊക്കെ കാനഡയ്ക്ക് ഇന്ത്യക്ക് ഇത്രയും ബുദ്ധിയുള്ളവനൊക്കെ കാനഡയ്ക്ക് വെച്ചിട്ട് ഇന്ത്യക്ക് തീരാ നഷ്ടം കേട്ടോ. എന്നിട്ട് പോരട്ടെ. അതെ, അടുത്തത് എത്തി എടുത്തേണ് കേട്ടോ. അപ്പൊ ഈ ബാക്കി വന്ന സാധനം ഒന്ന് കാണിച്ചു കൊടുത്തടാ മക്കളെ. ബാക്കി തക്കടെ ഒന്ന് എടുത്തടാ. ഫോട്ടോ എടുത്തിട്ടുണ്ട്. ബാക്കി വന്ന സാധനം ഒന്ന് പൊക്കി പിടിച്ചേ. ഫോട്ടോ ഇതൊന്ന് പൊക്കിയടാ.
ഒരു ഫോട്ടോ എടുത്തേ. അപ്പൊ അഖിലേ അല്ല ഈ സാധനം എന്താ ചെയ്യുന്നേ? നമ്മള് ഫിഷ് ഫിംഗർ ഈ ബാക്കി പറഞ്ഞേ അത് ഇത് കട്ട് ചെയ്ത് അടിക്കാന്നല്ല പറഞ്ഞേ. എന്താണ്? കറിയാക്കാം. അപ്പൊ നമ്മൾ ഇത് വേസ്റ്റ് ആക്കുന്നില്ല, കട്ട് ചെയ്ത് കറിയാക്കാം എന്നാണ് ജോയൽ പറയണേ. കൊണ്ടുപോയിട്ട് ഗ്രില്ല് ചെയ്തല്ലോ ഇത്. മീറ്റ് ഉണ്ട്. അറിയാവുമ്പോ ഞാൻ പറയട്ടെ, ഇത് ഒന്നും ഉണ്ടാവില്ല. ഇത് ഇവിടെ നിന്ന് വെട്ടിയിട്ട് ഈ ഭാഗം മാത്രം എടുത്താൽ മതി. മനസ്സിലായോ? നമ്മള് സൂപ്പ് വെക്കാന്ന് വെച്ച് ഇത് ഇവിടെ നിന്ന് വെട്ടാ, ഇവിടുന്ന് അങ്ങോട്ട് എടുക്കാം. ചെറിയ ചെറിയ കഷ്ണാക്കിട്ടുണ്ടല്ലോ. ഇതൊന്നും ഉണ്ടാവില്ല, കടിക്കാനൊന്നും ഉണ്ടാവില്ല, മുരിഞ്ഞ കഴിയുമ്പോ ഒന്നും ഉണ്ടാവില്ല. ഒന്നും ഉണ്ടാവത്തില്ല. അത് നമുക്ക് സെറ്റ് ചെയ്യാം. സൂപ്പ് ഇവിടെ നിന്ന് എടുത്തോ, ഇവിടെ നിന്ന് അങ്ങോട്ട് എടുത്തോ. അതാവുമ്പോ നമുക്ക് മറ്റേ പടം മുറിച്ചിട്ട് കറിയിലിടാം. ഇതെല്ലാം സെറ്റ് ചെയ്ത് കഴിയാറായപ്പോൾ ഒരു ബക്കറ്റോളം മീറ്റ് ഉണ്ട് കേട്ടോ. നമുക്ക് ഒരു ബക്കറ്റോളം മീറ്റ് കിട്ടിയിട്ടുണ്ട്. ജോയിലിൽ നിന്ന് കട്ട് ചെയ്ത് പീസാക്കി എടുക്കണ്ട കേട്ടോ. 2 കാർപ്പ് അങ്ങനെ നമ്മളിത് ഏതാണ്ട് ഫുൾ പീസായി വന്നേക്കുവാണ്. ഇത് മീനൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി അത് ഫ്രൈ ചെയ്ത് സെറ്റ് ആക്കണം. അപ്പൊ അതിന് മുമ്പ് നമ്മൾ 2018 സിനിമ കാണാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുക. നമ്മുടെ ഇവിടെ നമ്മുടെ ഗോവിന്ദുണ്ട്, വിഷ്ണു ഉണ്ട്, അതുപോലെ ജോയലുണ്ട്. അപ്പൊ നമ്മൾ പടമൊക്കെ പോയി കണ്ടിട്ട് വന്നിട്ട് മീൻ ടേസ്റ്റ് ചെയ്ത് മീൻ എങ്ങനെ ഉണ്ടെന്ന് പറയാം കേട്ടോ. പടം കഴിഞ്ഞ് വന്ന വഴി നമ്മൾ ഒന്നും നോക്കില്ല കേട്ടോ. നമ്മുടെ മീൻ കഷ്ണങ്ങൾ ഇതുപോലെ എണ്ണയിലിട്ടിട്ട് നല്ല അടിപൊളിയായിട്ട് പൊരിച്ചെടുത്തു. വീഡിയോയുടെ ലെങ്ത് പറഞ്ഞുകൊണ്ട് നമ്മൾ ഫുള്ള് കാണിക്കണില്ല കേട്ടോ. ടേസ്റ്റ് ചെയ്യണമെന്ന് നമ്മൾ കാണിക്കണില്ല. നല്ല അടിപൊളി ടേസ്റ്റുള്ള മീനാണ്. പിന്നെ കാർബൺ പിടിക്കാൻ നമ്മുടെ അമൽ ബ്രോയും നിന്നെയും നമുക്ക് പറഞ്ഞ ടെക്നിക്ക് മറ്റൊന്നുമല്ല കേട്ടോ. ഇതുപോലെ കോൺസിൻ്റെ അകത്ത് ബ്രെഡ് ക്രംസും അതുപോലെ നമ്മുടെ ജെല്ലോയും കൂടെ മിക്സ് ചെയ്ത്, സ്ട്രോബെറി ജെല്ലോയും കൂടെ മിക്സ് ചെയ്തിട്ട് കഴിഞ്ഞാൽ കാർപ്പ് ഡെഫിനറ്റ് ആയിട്ട് അടിക്കുമെന്ന് കേട്ടോ നമ്മുടെ അമൽ ബ്രോയും നിന്നെയും നമുക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ ഗൈസ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ പുതിയ വിശേഷം കാണുന്നതായിരിക്കും. ബൈ ബൈ.